സ്വരാജ് റൗണ്ടിൽ വൻ മരം കടപുഴകി വീണു. സൂര്യസജി തത്സമയം നമുക്കൊപ്പം ചേരുന്നു. സൂര്യസജി, ജനറൽ ആശുപത്രി വളപ്പിൽ നിന്നും ആണല്ലോ ഈ മരം കടപുഴകി വീണത്. സെൻറ് തോമസ് കോളേജ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു എന്ന് വാർത്ത വരുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അല്പം സുരക്ഷിതമായിട്ടൊക്കെ നിന്നോളൂ കേട്ടോ. ഈ ജനറൽ ആശുപത്രി വളപ്പിൽ നിന്ന വലിയ മരം, അതായത് ജനറൽ ആശുപത്രിയുടെ സ്ഥലമാണ്, അതിനോട് ചേർന്ന് നിന്ന മരമാണ് ഇപ്പോൾ ഈ കടപുഴകി വീണിരിക്കുന്ന വൻ മരം കടപുഴകി വീഴുകയായിരുന്നു. അതിൽ ദൃശ്യങ്ങളിൽ കാണാം ഒരു രണ്ട് പെട്ടി ഓട്ടോറിക്ഷ തകർന്നിട്ടുണ്ട്. ഈ സമയം ഈ ഓട്ടോറിക്ഷകളിൽ ആളുണ്ടായിരുന്നില്ല. ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഈ പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് ഈ മരം കടപുഴകി വീണത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഓടി മാറുകയും ചെയ്തു. അതിനാലാണ് വലിയ ദുരന്തം ഒഴിവായതെന്ന് പറയുന്നു. വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു ഈ മരം ഇങ്ങോട്ടേക്ക് കടപുഴകി വീഴുന്നത്. ആ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഓടി മാറി. ഇതിനോട് ചേർന്ന് തന്നെ ബസ് സ്റ്റോപ്പ് അടക്കമുണ്ട്. പ്രത്യേകിച്ച് സെന്റ് തോമസ് കോളേജ് ഇതിനോട് ചേർന്നാണ്. ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ റോഡിലുണ്ട്. ഈ സമയമെല്ലാം ഈ ആളുകൾ വലിയ രീതിയിൽ പോകുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ മരം ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് ആളുകൾ ഇവിടെ നിന്ന് ഓടി മാറുകയായിരുന്നു. ഇത് തൃശ്ശൂരിൽ, അതായത് എറണാകുളത്ത് നിന്ന് നമ്മൾ വരുമ്പോൾ ഈ സ്വരാജ് റൗണ്ടിലേക്ക് കയറുന്ന പ്രധാന പാതയാണ്. സെന്റ് തോമസ് കോളേജ് റോഡാണ്. ആ റോഡ് ഇപ്പോൾ പൂർണ്ണമായും ഇതിലെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. വാഹനങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ സ്വരാജ് റൗണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കയറുന്ന റോഡ് പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ മരം മുറിച്ചു മാറ്റാനുള്ള ഒരു ശ്രമം അത് ഫയർഫോഴ്സ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ വലിയ മരമായിരുന്നു. ഇത് കടപുഴകി വീണത് രണ്ട് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക്, പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കായിരുന്നു. അതിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതാണ് ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്ന. ഇപ്പോൾ ആ പെട്ടി ഓട്ടോറിക്ഷയാണ്. ആ പെട്ടി ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന് സമീപത്ത് നിന്ന മറ്റൊരു പെട്ടി ഓട്ടോറിക്ഷയും ഭാഗികമായി തകർന്നിട്ടുണ്ട്. എന്തായാലും ഈ സമയം ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ ശബ്ദം കേട്ട് അവരെല്ലാവരും ഇവിടെ നിന്ന് ഓടി മാറിയതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത്. ഇപ്പോൾ ഈ ഫയർഫോഴ്സ് എല്ലാം എത്തിക്കൊണ്ട് ഈ മരം മുറിച്ചു മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഈ മേഖലയിൽ നടത്തുന്നത്. സെന്റ് തോമസ് കോളേജ് റോഡ് പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. ഈ മേഖലയിലൂടെയുള്ള വാഹനങ്ങൾ വഴി തിരിച്ചു വിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത്. സൂര്യസജിയാണ് വിവരങ്ങൾ നൽകിയത്. സ്വരാജ് റൗണ്ടിൽ തൃശ്ശൂരിൽ ഒരു വൻ മരം കടപുഴകി വീണു എന്നുള്ളതാണ്. സെൻറ് തോമസ് കോളേജ് വഴിയുള്ള ആ റോഡ് വഴിയുള്ള ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നു. അതുവഴി പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക.